ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കളിക്കുന്ന CS ആണ്. ഒറ്റയ്ക്ക് കളിക്കാൻ സ്റ്റാർട്ട് അടിച്ച് രണ്ടിൽ ഇത്രയും എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്നോട് വണ്ണ് കളിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ കമൻറ്റ് ചെയ്യണം. വന്ന് ഞാൻ സെൻസിറ്റിവിറ്റിയൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. സെൻസിറ്റിവിറ്റി കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒരാളിൽ എടുത്ത് ആ ചേട്ടൻ തന്ന് ഫ്രീ ആയിട്ട് ഞാൻ അതിട്ടിട്ട് സെറ്റിട്ട് കളിക്കും. ഇപ്പം ഇടയ്ക്ക് വണ്ടാപ്പ് കയറുന്നുണ്ട്. ഈ കളി അടിക്കണം എന്നാണ് എൻ്റെ ഒരു കയറാം. എനിക്ക് ഈ ബണ്ടിൽ കിട്ടിയില്ല, എന്താണെന്ന് അറിയത്തില്ല. ഈ ബണ്ടിൽ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് അത് കണ്ടുണ്ട്, ഹോണേഴ്സ് കണ്ടത്. പക്ഷെ അത് കിട്ടുന്നില്ല. എന്താണെന്ന് എനിക്കറിയാം. ശല്യം തന്നെ, അത് എടുക്കണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇപ്പോൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തരണമെങ്കിൽ തരട്ടെ. ഭയങ്കര ഹാങ്. ഇപ്പോൾ എല്ലാവരും കില്ലെടുത്ത് എനിക്ക് കില്ലും കിട്ടിയില്ല. പോവാം. അയ്യോ ഫുൾ ടൈം. അയ്യോ 2 പേരുണ്ടായിരുന്നു. എന്നെ നോക്കട്ടെ, ഹാക്കറെല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഹിന്ദി ഗെയിമറുണ്ട്, കാർത്തിക് ഉണ്ട്. രണ്ടുപേര് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്തില്ല. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. വീട്ടി നമ്മളെ ടീമിൽ ഒരാൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ടീമിൽ എന്തിനേയും നമ്മളെ ടീമിൽ 2 പേര് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്താൽ കൊള്ളുന്നുണ്ട്. ടീമേറ്റുകളില്ല. എൻ്റെ ഇരുന്ന് പൈസയില്ല. പൈസ ഉണ്ടായിരുന്നു. ഇന്നലത്തെ അവിടെ ടീം 20,000 രൂപയും തീർത്തപ്പോൾ സമാനമായി. വെറുതെ ഭ്രാന്തിന് വേണ്ടി ഗിഫ്റ്റ് എടുത്ത് കൊടുത്ത് സ്പിൻ ചെയ്യാൻ വെച്ചിരുന്ന പൈസയും പോയി. ഇപ്പം ഞാൻ പൈസക്കാരനായി. അയ്യോ പടക്കം ഇമാരുണ്ട്. പടക്കം ഉണ്ട്. അവനെ പൊക്കാതിരുന്നെങ്കിൽ എൻ്റെ കില്ല് കിട്ടും. കില്ല് കിട്ടിയ ഇല്ല, എൻ്റെ കില്ലെത്തി ഫിനിഷ് ആക്കി വിടും. കിട്ടിയോ? ഇല്ല. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുമല്ലോ പറമ്പില്ല. ഞാൻ ഓർത്തില്ല. എൻ്റെ ടീമേറ്റിനെ കൊന്ന സമയത്ത് തന്നെ നോക്കാം. ഇതുവരെ ഇവൻ ഫുൾ ഫില്ലായില്ല. കലിപ്പ് ഫുള്ളി കലിപ്പ്. അവൻ ജയിക്കില്ല ഇതറിയത്തില്ല. എൻ്റെ കില്ല് കിട്ടിയെന്നാണ്. ആ കില്ല് കിട്ടി. 1 കിൽ 1 ഡൗൺ. നമ്മുടെ ടീമിൽ ജായു ബായ് 2 കില്ലെടുത്ത്, ദർശൻ ബായ് 1 കില്ലെടുത്ത്, 6-7 ഞാനൊരു കില്ല്. ഇവൻ പടക്കം വെച്ച് കാർത്തിക് പടക്കം വെച്ചടിക്കുകയാണ്. നമുക്ക് ഈ കാർത്തിക്കിനാണ് അടിച്ചു. ഇവിടെ ഭയങ്കര നെറ്റ് ഷോ ആണെന്നാണ്. നമുക്ക് ആ ഗണ്ണ് അതിൻ്റെ പേര് മറന്നും പോണ്. ആ ഗണ്ണിൻ്റെ പേരൊന്നും ഇതിലില്ല. ഞാനിപ്പോൾ മറന്ന് ആ ഗണ്ണ് എടുക്കാൻ പോയി. അത് എയർ ഡ്രോപ്പ്. ആ ഗണ്ണിൻ്റെ പേര് എനിക്ക് അറിഞ്ഞോളാം, മറന്നുപോയി. നമ്മളെ ഗൺ സ്കിന്നിൻ്റെ വീഡിയോ ഇവിടെ തന്നെ ഇടുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഈ വീഡിയോ തീരുമ്പോൾ ഞാൻ ഇടും. ഈ സമയത്ത് ഇടാൻ ടൈമുള്ളൂ. ഈ സമയത്ത് ഇട്ടാൽ പെട്ടെന്ന് നമുക്കിടാം. ഇന്നേ ലീവ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ലീവ് ഉണ്ട്, പക്ഷെ ഇടാൻ പറ്റൂല. അതല്ലേ ഒരു പ്രശ്നം. നിങ്ങൾക്ക് പറ്റും, പക്ഷെ എനിക്ക് പറ്റൂല. നിങ്ങൾക്ക് ലീവ് കിട്ടും, പക്ഷെ എനിക്ക് ലീവ് കിട്ടത്തില്ല. ഒന്നാം തരം പ്രശ്നം അതാണ്. നിങ്ങളെ നോക്കട്ടെത്തിന്നേ ഉള്ളു. അയ്യോ കളി എല്ലാം പോയിട്ടുണ്ട്. എല്ലാം പോയി. ജയിക്കണ കോളില്ല. കാരണം കണ്ടല്ലോ 3-0 തോറ്റ് കൊടുക്കാന്നാണ്. സ്നൈപ്പർ എടുക്കാതും പൈസയില്ല. എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? കഷ്ടകാലം ഈ കളിയിൽ വന്നത്. VR വരുന്ന 4-5 കില്ലൊക്കെ കിട്ടുമായിരുന്നു. ഇല്ലാതെ നമുക്ക് 2 കില്ല് കിട്ടി. ഏകദേശം എന്താന്ന് എടുപ്പാൻ ഞാൻ. ആ സ്റ്റാർ ഇത്തിരി ഒന്നും കൂടെ കയറിയിരുന്നെങ്കിൽ മെച്ചം ഉണ്ടായിരുന്നു തന്നെ.
ചാറ് കയറിയില്ലെങ്കിൽ ഇനി മെച്ചമില്ല. ഞാൻ കളിച്ചത് വെറുതെ ആയിപ്പോൾ. ഇത്രയും നേരം ഇന്ന് കളിച്ചത് ഓടത്തുണ്ട്. ഭയങ്കര ലാഗ്. ഓ അവൻ്റെ ഫുൾ ഡാമേജ്. അവൻ നോക്ക്. അയ്യോ വേറെ ഇത്. അവൻ ഉറപ്പിട്ടും കൊല്ലിങ്ങ. ഓ എൻ്റെ കില്ലിനെ പൊക്കണ്. അയ്യോ ഹാങ്. അവൻ ഇങ്ങോട്ട് വരാം. ഓക്കെ അവനെ കൊന്ന് ടീമേറ്റ് വന്ന്. പേടിക്കുന്ന വേണ്ട. കുറച്ചും കൂടെ ആളുകളേ ഉള്ളു. ഓക്കെ അവൻ നോക്ക്. ഓ ഡൺ. എല്ലാം ഡണ്ണായി. മറ്റേ അവനെ കിട്ടിയെന്നെങ്കിൽ എൻ്റെ കണ്ണങ്ങ് എടുക്കായിരുന്നു. അവനല്ല ശരിയുണ്ട്. തെറ്റായിപ്പോയി. ശ്രദ്ധിച്ച് കളിക്കാനായി പോയി. എല്ലാം കൂടെ നാശങ്ങൾ. എല്ലാം കൂടെ ഞാൻ വട്ടം ചേർന്ന് ആക്രമിക്കണം. ടീമേറ്റ് ആണെങ്കിൽ ഒരു ഇല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്തു? ഞാൻ മാത്രമാണ് സെറ്റായിട്ട് കളിക്കണം അല്ലേ? ഈ ടീമിൽ ഞാനല്ലേ സെറ്റിട്ട് കളിക്കണം? അത് പറ. എല്ലാവരും പറഞ്ഞേക്ക്. ഞാൻ രണ്ടാമത് സത്യം പറഞ്ഞ ഈ കളിയിൽ, നിങ്ങൾ ആ കളിയിലല്ല, പ്രോ പ്ലെയർ ഒന്നുമല്ല, ഈ കളിയിൽ ഞാൻ വേണം നന്നായിട്ട് കളിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഫുള്ളി ഹിറ്റ് ഔട്ട്. തലക്കേമീത് തടിച്ചിട്ട് ഫുള്ളി ഹിറ്റ് ഔട്ട്. ഭാഗ്യ ദൈവങ്ങളെ ഈശ്വര കൈകുപ്പി നിൽപ്പ് ഞാൻ നിന്നെ. അയ്യോ ഓടി വന്ന്. അയ്യോ പൊക്കണ്. അത്രേ ഉള്ളു. ഭാഗ്യ എന്നെ പൊക്കിയില്ലാണ്ട് അങ്ങ് കൊന്ന്. നമ്മളൊക്കെ കൂടെ ഉണ്ടാളാ നമ്മളെ പവർ. പിന്നെ വന്ന് പിടിച്ചാൽ കിട്ടൂല കേട്ടല്ലോ. ഇനി മേലെ നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ. എന്തായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. നമുക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാറിയ നമ്മൾ ഇട്ടിട്ടില്ല. ഇടാൻ തോന്നുന്നില്ല. ഇട്ടിട്ട് വലിയ പൊണ്ണൊന്നുമില്ല. മൈൻക്രാഫ്റ്റ് എപ്പോഴും കളിക്കാൻ തോന്നില്ല. മൈൻക്രാഫ്റ്റ് ഒരിക്കലും കളിക്കാൻ തോന്നില്ല. അത് ഒരു തരത്തിലുള്ള ഗെയിമല്ല. അത് വീട് വയ്ക്കണം അത്രേ ഉള്ളൂ. പുണ്യമില്ല നമുക്കായിട്ട്. ഈ ഫ്രീ ഫയർ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വെടിവെച്ച് തോക്ക് വെച്ച് നല്ല വലുതാകുമ്പോൾ എല്ലാത്തിന് എനിമീസിനെ ഒറിജിനലായിട്ടും തോക്കെടുത്ത് ചെല്ലും. അതിനുള്ള പ്രാക്ടീസിങ് ആണിത്. ഹെഡ്ഷോട്ട് എങ്ങനെ കയറിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് പറയുമായി എല്ലാവരും അങ്ങനെ പറയും. മറിമായി അക്ഷയ ഫാനാണ്. അതുകൊണ്ട് അക്ഷയ സ്നൈപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൻ്റെ വേണ്ട ഇപ്പുറത്ത് ഇവിടെ കയറാം. അക്ഷയ ഒരു കളി കളിച്ചപ്പോൾ ഇവിടെ കയറി. അതുപോലെ കയറിയിട്ട് അവിടെ ഉണ്ടെങ്കിൽ എനിമീസിനെ അങ്ങ് തട്ടാം. ബുദ്ധിപരമായിട്ടും കളിക്കണം. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വേണ്ട ബുദ്ധിയില്ലാത്ത പരത്തിൽ കളിക്കണ്ട. ഇതിൽ അവനെ നോക്കിയിട്ടുണ്ട്. അവനെ പൊക്കണ്. ഓക്കെ 2 നോക്കാക്കിയിട്ടുണ്ട്. അവനെ കണ്ടാ നമ്മളടിക്കും. കാണായില്ല. അവനെ കാണായില്ല. അമ്മരെ കൊന്നു. അയ്യോ കൊല്ലാൻ പറ്റിയില്ല. പക്ഷെ ഉയ്യടിച്ച്. ഗോൾഡ് 5 എത്ര ഇപ്പൊ നമ്മളെന്തൊരു പൊട്ടന്മാരാ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യുകയാണ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. ഇമോട്ട് കിട്ടി. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തൂക്കിയിട്ടടിക്കും. ഞാനല്ല, നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഒരു സബ്സ്ക്രൈബും കിട്ടൂല. ഓക്കെ ബൈ.